യുദ്ധാനന്തര പശ്ചിമ ഏഷ്യയെക്കുറിച്ച് ചിന്തിക്കാൻ ഒരുപക്ഷെ സമയമായിട്ടില്ലായിരിക്കാം. പക്ഷെ പശ്ചിമേഷ്യയിൽ ഒഴുകുന്ന രക്തം, ആ രക്തത്തിന് ഒരു നാൾ ലോക മനസ്സാക്ഷി കണക്ക് പറയേണ്ടി വരും. നിസ്സഹായതയോടെ, ഒരു പരിധിവരെ നിസ്സംഗതയോടെ ലോകരാജ്യങ്ങളും എന്തിന് സമാധാനത്തിൻ്റെ കാവൽ മാലാഖയായ ഐക്യരാഷ്ട്ര സംഘടന പോലും നിലനിൽക്കുമ്പോൾ പൂച്ചക്കാര് മണികെട്ടും. എങ്ങനെ ഈ യുദ്ധത്തിനൊരു അവസാനം കൊണ്ടുവരും? ഒറ്റ അവസാനമേ ഉള്ളൂ ഈ യുദ്ധത്തിനല്ല, ഈ മേഖലയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഒരു പരിഹാരമേ ഉള്ളൂ. ആ പരിഹാരം ഇതാണ്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോകളിലും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. നമ്മളൊരു പക്ഷം പിടിച്ചിട്ട് കാര്യമില്ല, അത് നീതിയുടെ പക്ഷമായിരിക്കണം. രണ്ട് വിഭാഗങ്ങൾ ഇവിടെ ഇൻവോൾവ് ആണ്. രണ്ട് കൂട്ടർക്കും അർഹമായ നീതി ലഭിക്കണം. നീതി ലഭിച്ചാൽ മാത്രം പോരാ, നീതി ലഭിച്ചു എന്ന് തോന്നണം. ഇസ്രായേൽ എന്ന രാജ്യത്തിന് അസ്തിത്വം ഉണ്ടാകണം, ജീവിക്കാൻ സാധിക്കണം. ജൂതന് അവിടെ അധിവസിക്കാൻ, അവരുടേതായ മണ്ണിൽ ചെറിയൊരു വിഭാഗം ആളുകളാണ്, അവർ ഇട്ടെറിഞ്ഞു പോയതാണ്. 2000 വർഷത്തിന് ശേഷം വന്നു. അവിടെ അധിവസിച്ചിരുന്ന പാലസ്തീനിയൻസിനെ പൂർണ്ണമായും പുറത്താക്കിയില്ല. അവരെ ഒരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട്, വെസ്റ്റ് ബാങ്കിലേക്കും ഗാസയിലേക്കും തള്ളി മാറ്റിക്കൊണ്ട് ആ രാഷ്ട്രം സ്ഥാപിച്ചു. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും യൂറോപ്യൻ സമൂഹത്തിൻ്റെ ഒക്കെ പിന്തുണയോടുകൂടി. പക്ഷേ അത് യാഥാർത്ഥ്യമായിരിക്കെ 1948 രൂപീകരിച്ച ഇസ്രായേലിന് ചെറിയ തോതിലെങ്കിലും അസ്തിത്വമുണ്ടാകണം. അവരുടെ ഭാഗമെങ്കിലും നോക്കി ജീവിക്കാനുള്ള ഒരു അനുവാദമുണ്ടാകണം. അതുകൊണ്ട് ഈ അറബ് ലോകം ഇസ്രായേലിനെ അംഗീകരിക്കണം. അതേ ശ്വാസത്തിൽ ഞാൻ പറയട്ടെ, പലസ്തീനിയൻസിന് സെൽഫ് ഡിറ്റർമിനേഷനുള്ള അവകാശമുണ്ട്. ഇസ്രായേലികൾ ജൂത ദേവാലയം തകർന്ന AD 72-73 കാലഘട്ടത്തിൽ, അത് ജെറുസലേം ദേവാലയം തകർന്നതിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്ത യഹൂദന്മാർ ഒരു നാൾ തിരിച്ചു വന്നു. 2000 വർഷത്തിന് ശേഷം തിരിച്ചു വന്ന് താമസിക്കുന്നത് വരെ തലമുറകളായി ആ ഭാഗത്ത് വസിച്ചിരുന്ന അറബികളായ പലസ്തീനികൾ, അവർക്ക് രാജ്യമുണ്ടാകണം, അവർക്ക് അധിവസിക്കണം, അവർക്ക് ജീവിക്കണം. എത്ര കാലമാണ് മറ്റൊരു രാജ്യത്തിൽ അഭയാർത്ഥികളായി താമസിക്കുക? ഒരു തുറന്ന ജയിൽ എന്നറിയപ്പെടുന്ന ഗാസയിൽ എത്ര കാലമാണ് അവർ ജീവിക്കുക? വെസ്റ്റ് ബാങ്ക്, ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള, ഇസ്രായേൽ അധിനിവേശം കൂടെ നടക്കുന്ന വെസ്റ്റ് ബാങ്കിൽ എത്ര കാലം ജീവിക്കാൻ പറ്റും? അവർക്കും രാഷ്ട്രമുണ്ടാകണം. അതുകൊണ്ടാണ് 1993-ലും 95-ലുമായി ഓസ്ലോ സമാധാന കരാറുകൾ ഉണ്ടായത്. ആ കരാർ പല കാരണങ്ങളാൽ നടപ്പാക്കിയില്ല. ഇസ്രായേലിൻ്റെ നിസ്സഹകരണവും പാലസ്തീനിൽ നിന്ന് വരുന്ന വെല്ലുവിളികളും എല്ലാം ചേർന്ന് ആ കരാർ ഇന്നും മരീചികയായി മാറുന്നു. എന്നാൽ ഇപ്പോൾ ഈ വീഡിയോയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു സമാധാനത്തിൻ്റെ ഒരു ചെറിയ വെള്ളരിപ്രാവ് അങ്ങ് അകല ചക്രവാളത്തിൽ നമ്മൾ കാണുന്നു. ആ വെള്ളരിപ്രാവിൻ്റെ പേരാണ് സൗദി അറേബ്യ. ഒരു ശ്രമം നടത്തുകയാണ് ഇസ്രായേലിൻ്റെ ദക്ഷിണ അയൽരാജ്യമായ സൗദി അറേബ്യ. സുന്നി വഹാബി രാജ്യം കൂടിയായ സൗദി അറേബ്യയ്ക്ക് എന്താണ് താല്പര്യം? സൗദി അറേബ്യ ഇസ്രായേലുമായി ഒരു കരാറിൽ, ഒരു സന്ധിയിൽ ഏർപ്പെടാൻ ഇരിക്കുന്ന ആ സമയത്താണ് അബ്രഹാമിക കരാറിൻ്റെ അടുത്ത രൂപം UAE ആകട്ടെ, ബഹ്റിൻ ആകട്ടെ, മറ്റ് പല അറബ് രാജ്യങ്ങളാകട്ടെ ഇസ്രായേലിനോട് ഒന്നിനു പുറകെ ഒന്നായി ഇസ്രായേലിനെ അംഗീകരിക്കുകയും ഇസ്രായേലുമായി കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്തതിനു ശേഷം സൗദി അറേബ്യ കൂടി ഇസ്രായേലിനോട് കരാറിൽ, സമാധാന സന്ധി കരാറിൽ ഏർപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ വർഷം 2023 ഒക്ടോബർ 7 ആക്രമണം ഉണ്ടായത്. അന്ന് മുതൽ സൗദി ബാക്ക് ഫുട്ടിലായി. അതിനുശേഷം തിരിച്ചടി അതിഭീകരമായിരുന്നു. ഇസ്രായേൽ തിരിച്ചടി നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ തിരിച്ചടി, അത് ലെബനനിൽ ഹിസ്ബുള്ളായ്ക്കെതിരെ വരെ ഇപ്പോൾ നീണ്ടിരിക്കുന്നു. ഹമാസിനെതിരെ തുടങ്ങിയത് ഇപ്പോൾ ഹിസ്ബുള്ളായ്ക്കെതിരെ നീണ്ടിരിക്കുന്നു. നമ്മൾ അതിലേക്ക് വരാം. ഇവിടെ സൗദി അറേബ്യ എന്താണ് പറയുന്നത്? UN ജനറൽ അസംബ്ലിയുടെ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി വിവിധ രാജ്യങ്ങൾ UN ജനറൽ അസംബ്ലിയിൽ പ്രഭാഷണം നടത്തുകയാണ്, സംസാരിക്കുകയാണ്. 2 ദിവസം മുമ്പ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉഗ്രമായ ഒരു പ്രഭാഷണം നടത്തി നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഫ്രഷ് ആയിട്ടുണ്ട്. ഓരോ രാജ്യങ്ങൾ നേതാക്കൾ സംസാരിക്കുകയാണ്. തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ സംസാരിച്ചു. ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അറബി ലോകവും ഇസ്ലാമിക ലോകവും ഒന്നിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഒരു കൃത്യമായ പ്ലാനൊന്നും ഇല്ലാതെയാണെങ്കിൽ പോലും വൈകാരികമായി എർദോഗാൻ ആഞ്ഞടിക്കുന്ന കണ്ടു. ഇറാന്റെ നേതൃത്വം സംസാരിക്കുന്ന നമ്മൾ കണ്ടു. അതുപോലെ ഈജിപ്തിൻ്റെ നേതൃത്വം. ഇതെല്ലാം തന്നെ ഇസ്രായേലിനെ കടന്നാക്രമിക്കുന്ന വാക്കുകൾ കൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ കടന്നാക്രമിക്കുകയും അതിന് ഉരുളക്കുപ്പേരി പോലെ ബെഞ്ചമിൻ നെതന്യാഹു
മറുപടി പറയുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അതിശക്തമായ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. എന്താണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്? ഇസ്രായേൽ സമാധാനത്തിൻ്റെ ഭാഗത്താണ്, പക്ഷേ നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സമാധാനമല്ല, ഞങ്ങൾ കാക്ഷിക്കുന്ന ഒരു സമാധാനമാണ്. അത് വളരെ വിദഗ്ധമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഈ ഇസ്രായേലിനെതിരെ വരുന്ന എല്ലാ ശക്തികളെയും സായുധമായി കായികമായി കൈകാര്യം ചെയ്യാനുള്ള ഇച്ഛാശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ പ്രഭാഷണവും നമ്മൾ കേട്ടു. ഇതെല്ലാം കേൾക്കുമ്പോഴും ഐക്യരാഷ്ട്ര സംഘടന യാതൊരു ഫോർമുലയും മുന്നോട്ട് കൊണ്ടുവരരുത് എന്നതാണ് ഏവരെ ഞെട്ടിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു കട തുറന്നു വെച്ചിരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ജോലി എന്താണ്? ലോക സമാധാനം ഉറപ്പുവരുത്തുക. ഒന്നാം ലോകമഹായുദ്ധം തടയാൻ കഴിഞ്ഞില്ല, രണ്ടാം ലോകമഹായുദ്ധം തടയാൻ കഴിഞ്ഞില്ല ലീഗ് ഓഫ് നേഷന്. അതുകൊണ്ടാണ് ഒരു മൂന്നാമത് മഹായുദ്ധം വരുന്നത് തടയാൻ വേണ്ടി സ്ട്രക്ചർ ചെയ്ത ഒരു സമിതി ഇന്ന് കേവലം ജീവകാരുണ്യ പ്രവർത്തനം, അതുപോലെ ILO, WHO അല്ലെങ്കിൽ വേൾഡ് ബാങ്ക്, IMF ഇങ്ങനെയുള്ള സംഘടനകളിലൂടെ മാത്രം, ഒരു വിതരണ പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രം, കോർഡിനേഷന് വേണ്ടി മാത്രം, അല്ല ലോകസമാധാനത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥയിൽ അവിടെയാണ് സൗദി അറേബ്യയുടെ പ്രപ്പോസൽ. ഇനി ആ പ്രപ്പോസലിലേക്ക് ഐക്യരാഷ്ട്ര സംഘടനയിൽ സൗദി അറേബ്യ വരച്ചു കാട്ടിയ സമാധാനത്തിൻ്റെ റോഡ് മാപ്പ് ആൻഡ് പ്ലാൻ, അതൊരുപക്ഷെ വീണ്ടും മറ്റ് പല റോഡ് മാപ്പുകൾ പോലെ, പണ്ടത്തെ ഓസ്ലോ കരാറുകൾ ചുറ്റിപ്പോയതുപോലെ ഇതും ചുറ്റിപ്പോകാം. വീണ്ടും ഓസ്ലോ രംഗത്ത് വരികയാണ്. നോർവേ ഇതിൽ ഒരു വലിയ പങ്ക് വഹിക്കുകയാണ്. നോർവേയുടെ നേതൃത്വം, അവിടെ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്, പൊതുവെ നിഷ്പക്ഷ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നാണ് പറയുക. ലോക സമാധാനത്തിന് തലസ്ഥാനം എന്നുകൂടി അറിയപ്പെടുന്ന ഈ രാജ്യങ്ങളും സ്വിറ്റ്സർലൻഡ് എന്ന നിഷ്പക്ഷ രാജ്യവും എല്ലാമാണല്ലോ ലോകത്തിൻ്റെ മാലാഖമാർ. അപ്പോൾ ആ രാജ്യം നോർവേ ഒരിക്കൽ കൂടി സൗദിയുമായി കൈകോർക്കുന്നു. നമുക്കൊരു അറ്റംപ്റ്റ് കൂടെ നടത്താം. അതിൻ്റെ ഭാഗമായി സൗദി പറയുന്നു, കിഴക്കൻ ജെറുസലേം കേന്ദ്രമാക്കി ഒരു സ്വതന്ത്ര പാലസ്തീൻ സ്ഥാപിക്കുക, അതേസമയം തന്നെ ഇസ്രയേലിൻ്റെ അസ്തിത്വം നിലനിർത്താൻ അനുവദിക്കുക. അതായത് പലസ്തീനികൾ ദ്വിരാഷ്ട്ര ഫോർമുല അംഗീകരിക്കണം. അതിന് ബദലായി പാലസ്തീൻ സ്വതന്ത്രമാക്കാൻ ഇസ്രയേലും സഹകരിക്കണം. ആ പ്രദേശത്തെ കനാൻ നാട്ടിൽ ഇസ്രയേലിനും പാലസ്തീനും സൈഡ് ബൈ സൈഡായി അസ്തിത്വം, ജീവിക്കാൻ അല്ലെങ്കിൽ അധിവസിക്കാൻ, സഹവസിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാകണം. ഇതാണ് പ്ലാൻ. ഈ പ്ലാൻ നടപ്പാകണമെങ്കിൽ വെളിയേറ്റൽ സഹായിക്കുമോ? ഇല്ല. അമേരിക്ക ഒരുപക്ഷെ നേരിട്ട് എതിർക്കില്ല എങ്കിൽ പോലും നേരിട്ട് രംഗത്ത് വരാനാവില്ല. കാരണം അമേരിക്ക ഇസ്രയേലിനെ എപ്പോഴും പിന്തുണയ്ക്കുന്ന, ദുരാഷ്ട്ര ഫോർമുല എന്നൊക്കെ പറയും, പക്ഷേ കാര്യം വരുമ്പോൾ ഇസ്രയേലിനോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ശക്തനായ അങ്കിൾ സാം അല്ലെങ്കിൽ അമേരിക്ക ഇതിനോടൊപ്പം നിൽക്കില്ല. എന്നാൽ ഇതിനെ എതിർക്കുകയുമില്ല. അങ്ങനെയെങ്കിൽ പിന്നെ ആരാണുള്ളത്? പിന്നെ ഉള്ളത് രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന് സ്വാഭാവിക വിഭാഗമാണ്, അതാണ് അറബി ലോകം. അറബി ലോകം എന്ന് പറയുന്നതിൻ്റെ സംഘടനയാണ് അറബ് ലീഗ്. അപ്പോൾ അറബ് ലീഗിൽ ഏറെ രാജ്യങ്ങളുണ്ട്. നോർത്ത് ആഫ്രിക്കയിലും വെസ്റ്റ് ഏഷ്യയിലുമായ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അത് മാത്രം പോരാ, ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ, അല്ലേ, ഗൾഫ് സഹകരണ കൗൺസിൽ, അതെല്ലാം തന്നെ ഇസ്ലാമിക രാജ്യങ്ങളാണ്. അപ്പോൾ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ 7 രാജ്യങ്ങളാണ്. അതുമാത്രമല്ല, വിശാല ഇസ്ലാമിക കൂട്ടായ്മ വേണം. അതാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര സമിതി. അപ്പം അറബ് ലീഗും ഇസ്ലാമിക രാഷ്ട്രങ്ങളായ ലോകരാഷ്ട്രങ്ങളെ ഇന്തോനേഷ്യ പോലെയുള്ള, പാകിസ്ഥാൻ പോലെയുള്ള, മലേഷ്യ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ വിശാല കൂട്ടായ്മയായ ഇസ്ലാമിക രാഷ്ട്ര കൂട്ടായ്മയും എല്ലാം ചേർന്ന് അങ്ങനെ വരുമ്പോഴും ഒരു വശത്ത് മുസ്ലിങ്ങളാണ്, മറുവശത്ത് ഇസ്രയേലാണ്, ജൂതരാഷ്ട്രമാണ്. അവിടെയും ഒരു തർക്കപരിഹാരം ഉണ്ടാവില്ല. അവിടെയാണ് EUവിൻ്റെ പ്രസക്തി, യൂറോപ്യൻ യൂണിയൻ്റെ പ്രസക്തി. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും ഇറ്റലിയും പോർച്ചുഗലും വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങളായ ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ, ഫിൻലൻഡ് ഇതെല്ലാം ചേർന്നതാണ്. ഡെൻമാർക്ക്, അല്ലേ, ബെനിലെക്സ്, ബെൽജിയം, നെതർലൻഡ്, ലക്സംബർഗ് ഇതെല്ലാം ചേരുമ്പോൾ ബ്രിട്ടൻ ഒരുപക്ഷെ അമേരിക്ക ലൈൻ ആയിരിക്കും വലിക്കുന്നത്. പക്ഷേ ബ്രിട്ടൻ അല്ലാത്ത മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം ചേർന്നാൽ അത് യൂറോപ്യൻ യൂണിയനാണ്, EU. ബ്രെക്സിറ്റിലോടെ കൂടി ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോയല്ലോ. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഏതാണ്ട് ഏക മനസ്സോടുകൂടി തന്നെയാണ്. അവരെല്ലാം തന്നെ പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്ന രാജ്യങ്ങളാണ് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും. അമേരിക്കയുടെ സൗഹൃദം പുലർത്തുമ്പോൾ തന്നെ പാലസ്തീനെ രാജ്യമായി അംഗീകരിക്കാനുള്ള വിശാല മനസ്കത ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ വിശാലമായൊരു ലോക സഖ്യം വരികയാണ്. യൂറോപ്യൻ യൂണിയൻ, അറബ് ലീഗ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ. ഇതിനെല്ലാം
നെടുനായകത്വം വഹിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ, അറബ് മേഖലയിൽ നിന്നും സൗദി അറേബ്യയും അതുപോലെ യൂറോപ്യൻ സമൂഹത്തിൽ നിന്നും നോർവേയും ചുക്കാൻ പിടിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. അപ്പം അവിടെ ഇത് ഉട്ടോപ്യനാണോ? ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് നടക്കുന്ന കാര്യമാണോ, അതോ വെറും ഒരിക്കലും നടക്കാത്ത മനോഹരമായൊരു സ്വപ്നമാണോ? എനിക്ക് തോന്നുന്നത് ഇതൊരു ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഘട്ടം ഇപ്പോൾ ഹമാസിനെ ഒതുക്കി കഴിഞ്ഞു, ഹിസ്ബുള്ളയെ ഒതുക്കാൻ പോകുന്നു. ഇനി അടുത്ത ലക്ഷ്യം ഇറാനായിരിക്കാം. ഈ ഒതുക്കി എവിടം വരെയാണ് ചെല്ലുക? ഇസ്രയേലിന് അസ്തിത്വം ഉണ്ടാകണം, അതുപോലെ തന്നെ ചുറ്റുപാടുള്ള രാജ്യങ്ങൾക്കും ഉണ്ടാകണം. ഇത് ലോക യുദ്ധത്തിലേക്ക് നയിച്ചാൽ എന്താ സംഭവിക്കുക? ഇറാൻ രംഗത്ത് വരുന്നു എന്ന് കരുതുക. ഇറാൻ നേരിട്ട് രംഗത്ത് വരുന്നു. അത് തമാശ എടുക്കേണ്ട കാര്യമല്ല. ഒരുപക്ഷെ ഇസ്രയേലിന് ഏറിയൽ സുപ്രമസി ഉണ്ടാകാം. ഇറാൻ്റെ ആണവ നിലയങ്ങളെ തകർക്കും, ഇറാൻ്റെ വ്യോമസേനയെ നിലംപരിശാക്കും. പക്ഷേ ഇറാൻ്റെ ഭൂമി കയ്യേറാൻ ഇസ്രയേലിനാവില്ല. അത്രയ്ക്ക് വലിയ രാജ്യമാണ് ഇറാൻ. ഇറാനെ സഹായിക്കാൻ ആളുണ്ടാവും. ആദ്യം വരുന്നത് വ്ളാഡിമിർ പുടിൻ, റഷ്യ ആയിരിക്കും. അതേ തുടർന്ന് ചൈന വരും. അപ്പോൾ അമേരിക്കയ്ക്ക് വരാതിരിക്കാനാവില്ല. ശക്തമായ ആൻറ്റി അമേരിക്കൻ രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് ഇത് ലോകമഹായുദ്ധത്തിലേക്ക് എങ്ങാനും നീങ്ങിയാൽ, അങ്ങനെ നീങ്ങാതിരിക്കട്ടെ, നീങ്ങിയാൽ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഈ പ്രശ്നം ഈ ഘട്ടത്തിൽ തന്നെ ലോക്കലൈസ് ചെയ്ത് വെസ്റ്റ് ഏഷ്യയിലേക്ക് മാത്രം ഒതുങ്ങി ഒരു രാഷ്ട്രവും, അത് ഇസ്രായേൽ, രണ്ട് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, രണ്ടല്ല ഞാൻ മൂന്ന് കൂട്ടാം, ഒന്ന് ഹമാസ്, രണ്ട് ഹിസ്ബുള്ള, മൂന്ന് യമനിലെ ഹൂതികൾ, ഇങ്ങനെ ഒരു രാഷ്ട്രമായ ഇസ്രായേലും മൂന്ന് രാഷ്ട്ര ഇതര നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും തമ്മിലുള്ള ഒരു സംഘർഷമായി മാത്രം ഒതുങ്ങുകയും അത് സമാധാനപരമായി സൗദി അറേബ്യയുടെ, അതൊരു അറബ് രാജ്യമാണ്, ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെയും അറബ് രാജ്യത്തിൻ്റെയും മധ്യസ്ഥതയിൽ അത് പരിഹരിക്കുകയും ചെയ്താൽ ഇന്ത്യക്കുൾപ്പെടെ അതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഇന്ത്യ ലോകസമാധാനം കൊണ്ടുവരാൻ വേണ്ടി കാംക്ഷിക്കുന്ന രാജ്യമാണ്. നമുക്ക് ചുറ്റും ഏറെ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ നമുക്ക് അനുകൂലമല്ലാത്തൊരു ഭരണകൂടം ഉണ്ടായി. ശ്രീലങ്കയിൽ പോലും പൂർണ്ണമായി ഇന്ത്യ അനുകൂലമല്ലാത്തൊരു ഭരണകൂടം ഉണ്ടായി. മാലദ്വീപിൽ അങ്ങനെയാണ്. അതുപോലെ ദക്ഷിണേഷ്യയിൽ സ്വല്പം പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും ഉക്രൈൻ റഷ്യ യുദ്ധം പോലും അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഗുഡ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ മീഡിയേഷൻ അല്ലെങ്കിൽ മധ്യസ്ഥത ഓഫർ ചെയ്യുന്ന രാജ്യമായി ഒരുപക്ഷെ ഇന്ത്യ വളർന്നിരിക്കുന്നു. മധ്യേഷ്യയിലും ഇസ്രയേലിനോട് നല്ല ചങ്ങാത്തമാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, ഇപ്പോൾ നല്ല ചങ്ങാത്തമാണ്. അതുപോലെ തന്നെ അറബ് ലോകവുമായി ചരിത്രപരമായ സൗഹൃദമുണ്ട്. ഇറാനുമായും സൗഹൃദമുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നിർണായകമായൊരു റോള് വഹിക്കാനുള്ള അന്തരീക്ഷമൊരുക്കാൻ ഇപ്പോൾ സൗദിയിൽ അധികാരമാറ്റം അടുത്ത സമയത്ത് സംഭവിച്ചു. സൗദിയിലെ രാജകുമാരൻ ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കിങ് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ, സൗദി രാജാവ്, കിരീടാവകാശി, അദ്ദേഹം നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.